എന്റെ മകൻ എന്നും ഈ ചാട്ടില് തന്നെ. നീ എന്തുട്ര കളിക്കണേ? നമ്മൾ 5 പേര് കണ്ണടച്ച് പ്രാർത്ഥിക്കാനിരുന്നുണ്ടെങ്കിൽ ഈച്ച വന്ന ഫുഡ് സ്പൈലാക്കും. എവിടെയൊക്കെ പോയിരുന്ന റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഈച്ച എന്നറിയില്ല. ഒന്ന് മിണ്ടാതിരിക്കട്ടെ ജോർജ്. പറഞ്ഞിട്ട് എന്താ കാര്യം? പള്ളിയിലേക്ക് തീരിമിറ്റ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഞാൻ റെഡിയാക്കി കൊടുത്തല്ലോ. അത് കണ്ടവർക്ക് മറച്ചു വെച്ച് നിന്റെയൊക്കെ വട്ടച്ചെലവ് നടത്താനുള്ളതല്ല അല്ലേ? ആ മത്തായിയുടെ പറമ്പ് അവിടെ ആരേലും എന്തുട്ടേലും പരിപാടിക്ക് വന്നാല് അതിനിവര് കാശ് വാങ്ങിക്കണമെന്ന്. എന്തുട്ട അവകാശത്തിന്റെ പേരിലാണ്ട. അത് മത്തായി പള്ളിക്ക് അവകാശപ്പെടുത്തി തന്ന പറമ്പാണ്. എന്റെ അപ്പ ഒരു നാട്ടില് വെറുതെ കിടക്കണ പറമ്പ്, മൈതാനം, സ്പോർട്സ് ക്ലബ്ബ് അതൊക്കെ അവിടുത്തെ യങ്സ്റ്റേഴ്സിന്റെ ആണ്. വെറുതെ നടക്കണ യങ്സ്റ്റേഴ്സിന്. അതാണ്. നീ എവിടെ കയറി എഴുതിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നെഞ്ചും കൂടെ വെഞ്ചരിക്കട്ടാ. ജോർജെ, നിന്നെ ഒരു പുരോഹിതനായിട്ട് കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചതാ. അതിനവൻ തയ്യാറായിരുന്നല്ലോ. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞ് കല്യാണം കഴിക്കാണ്ട് പുരോഹിതനാണെന്ന്? വെറും പുരോഹിതനല്ല, ബിഷപ്പ്. നമ്മുടെ സഭയിൽ കല്യാണം കഴിച്ച ബിഷപ്പ് ആവാൻ പറ്റില്ലെന്ന് അറിയില്ല നിനക്ക്? കണ്ട, അച്ഛൻ കെട്ടി പള്ളിയിൽ അച്ഛനായി കുട്ടികളുടെ അച്ഛനായി. ഞാൻ മാത്രം കെട്ടണ്ട് ബിഷപ്പ് ആയിക്കോളാൻ. ഭയങ്കര സെൽഫിഷാണ് അമ്മച്ചി. അപ്പച്ചൻ ഭയങ്കര സെൽഫിഷാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഞാൻ നിന്നോട് ഇനി മിണ്ടണില്ല. അമ്മച്ചി എന്നോടല്ലേ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ? നിന്നോട് ഞാൻ ഇനി ഒന്നും പറയണില്ലാന്ന്. ഇനി എന്റെ പ്രതീക്ഷ മുഴുവൻ ഇവനിലാണ്. ഫാദർ ജോസ് വടക്കൻ. അത് പോരിച്ചൂട്ട അപ്പച്ച. അപ്പച്ചന് ഭയങ്കര ദീർഘവീക്ഷണമാണ്. ഈയിടെയായിട്ട് ഇവന്റെ തലക്ക് ചുറ്റും ഞാൻ ഒരു ദിവ്യ വലയം കാണുന്നുണ്ട്. അപ്പത് ശ്രദ്ധിച്ച? വല്ലാണ്ടങ്ങ് ഓവറാക്കല്ലേട്ടാ. ആടാ, ഈ പ്രഭ വല്ലാണ്ട് ഓവർ കഴിഞ്ഞ പിടിച്ച കിട്ടില്ല, പ്രാന്തായി പോവും. നീയാണ് ഇവിടെ ഇപ്പൊ ഓവർ. മോനെ ജോസേ, നീ നാളെ കാലത്ത് 5 മണിക്ക് എണീക്കണം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിന്. തുമ്മല് ചീറ്റി പോയതാന്ന്. ആരാണ്ട് യന്ത്രത്തിന് പാല് കാച്ചാനാണ് അലാറം വെച്ചത്. ഈശോയെ, ഗേൾസ്. നിങ്ങൾ നേരത്തെ വന്നാ? ഇന്നലെ വീട്ടിൽ പോയല്ലേ നേരത്തെ വരേണ്ട കാര്യമുള്ളൂ. സ്റ്റുഡൻസ് വരുമ്പോ നമ്മളെ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലടാ. മണി 7:30 അവരെ കാണാനില്ലല്ലോ. പെൺകുട്ടികളല്ലടാ ഈ കുട്ടികൾ. കാലത്ത് നേരത്തെ എണീക്കില്ല. ഭയങ്കര മടിയാണ് ഈറ്റൾക്ക്. എണീറ്റ് തന്നെ ഒന്നും ഞെളിഞ്ഞ് വാട്സപ്പ് ഫേസ്ബുക്ക് നോക്കിയിട്ട് മെല്ലെ പല്ലേച്ചാ മതിയായിരുന്നു കുട്ടികളൊക്കെ. അവനവന്റെ ഭാര്യ വല്ലതൊക്കെ ഉണ്ടോ നോക്കണില്ല. ഇറങ്ങിയിരിക്കണ്ടി. ബിന്ദു മാത്രമേ ഉള്ളൂ? ഇല്ലടാ, കാറുണ്ടാ. വണ്ടിമ പിരമിഡൊക്കെയാണല്ലോ പറഞ്ഞേ. A to Z നന്നായി മതിയായിരുന്നു. ഓ, എൻട്രി കലക്കി. തള്ളിറങ്ങിട്ടാ പുറകിടാവുണ്ടാവും. പിന്നെ തള്ളയല്ല. എനിക്കിടാവോ വണ്ടിക്കകത്തിരുന്ന് വിരിഞ്ഞ് തള്ളേതാവോ? വരും. ഇത് പിന്നെ തള്ളയല്ല. ഇത് കുടുംബശ്രീക്കാരുടെ ഡ്രൈവിംഗ് സ്കൂളാണെന്ന് തോന്നുന്നുട്ടോ ജോർജ്. ഈ ബിന്ദു എന്തുട്ടാ നമ്മുടെ ലൈഫ് ഫുൾ സ്റ്റോപ്പിടാനായിട്ട് എന്നിട്ട് കളി കളിക്കണേ? നിങ്ങൾ ഇവിടെ വന്നേ. ഗുഡ് മോർണിംഗ് ഡ്രൈവിംഗ് ടീച്ചർ. എച്ചെടുക്കുമ്പോഴേ ചില കാര്യങ്ങൾ നോക്കണോട്ടാ. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ തുടങ്ങിക്കോ. ശരി ടീച്ചർ. എന്താ ജോർജ് ചേട്ടാ, എന്തുട്ടാ കാര്യം? കുട്ടിക്ക് എന്തുട്ട് പറഞ്ഞിട്ട് ഗ്രൗണ്ട് തന്നെ? ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ. ആർക്ക് വേണ്ടിട്ട്? ലേഡീസിന് വേണ്ടി. എന്നിട്ട് അവിടെ എന്തുട്ട് എവിടെയെന്ന്? സ്കൂട്ടർ അവിടെ ഉണ്ട്, പിന്നെ കമ്പികളൊക്കെ അവിടെ ഉണ്ട്, ബോർഡ്. അതല്ല, പിന്നെ പെൺകുട്ടികളെവിടെ? ഗേൾസ് എവിടെന്ന്? അത് ജോർജ് ആ നിക്കണ കാവടികളാണ് ഗേൾസ് എന്ന് ഉദ്ദേശിക്കണെങ്കിൽ മോളെ വേറെ പറമ്പ് നോക്കിയോട്ടോ. സ്കൂളിൽ പോവാനും കോളേജിൽ പോവാനൊക്കെ ഇളം പെൺകുട്ടികൾ പെടണ പാട് കണ്ടിട്ട് അവർ ഫേസ് ചെയ്യണ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മനസ്സിലാക്കി അവരെ ശക്തിപ്പെടുത്താനുള്ള വഴിയായിട്ടാണ് കുട്ടിക്ക് ഡ്രൈവിംഗ് സ്കൂളിലൂടെ അനുവദിച്ച് സ്ത്രീ ശാക്തീകരണം. ഇതൊക്കെ ഒരു തവണ പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് മെല്ലക്കണ്ട് കയറിക്കോട്ടാ. എന്നും മഹത്തായ ലക്ഷ്യം, സ്വപ്നം, അതാണ് ഞങ്ങൾ യുവാക്കളുടെ മനസ്സിൽ. ഇവരൊക്കെ കുടുംബശ്രീക്കാരെ കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചോളൂ. ഇറങ്ങൂ. നിങ്ങളെ രാജൻ
രാജേന്റെ ഭാര്യയല്ലേ? അതെ. അങ്ങനെ ഒരു നല്ല മനുഷ്യനല്ലോ. 2 അടിച്ചു കൊടുത്ത് കിടക്കും. നിങ്ങൾ എടുത്തോണ്ട് പോയി ഇടിച്ചു കൊടുത്ത് കിടക്കൂലേ? അതാ മക്കളെ കുഴപ്പം. അദ്ദേഹം അടിച്ചടിച്ചെടുത്ത് കിടക്കുവേ. ഇതൊന്ന് പഠിച്ചെടുക്കാങ്ങി ഒട്ടകം ടാക്സിയും പിടിച്ച കാശ് കളയണ്ടല്ല, എനിക്ക് തന്നെ കൊണ്ടുവരാല്ല. അതാ മൈക്രോ ഫിനാൻസ് അംഗമല്ലേ? കൊടുക്കത്തെ ബുദ്ധിട്ടാ. കേറിക്കേ, വണ്ടി കേറിക്കേ. ഡോറടിച്ചേ. എടുത്തോ ജോർജ് ചേട്ടാ, ഞാൻ പറയണൊന്ന്. ബിന്ദു ഒരു തേങ്ങയുടെ മൂടും പറയണ്ടട്ടാ. കൊലച്ചതിയായിപ്പോയി. വെറുതെ മനുഷ്യന്റെ വെളുപ്പങ്ങൾ തോർക്കങ്ങളായിട്ട്. ജോർജ്, എടാ നമ്മളെ MLA കല്ലൂക്കാരൻ മരിച്ചു. ഹായ്, ചെലവുണ്ടാ. എന്തുട്ടടാ? എപ്പോഴാ? ഒരു 1/2 മണിക്കൂറായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല കിടന്നോർത്തിരുന്ന മനുഷ്യനാ. സൈമൻ കൂടെ ഉണ്ടായിരുന്ന ആള് വരുന്നേ ഉള്ളൂ തൃശ്ശൂരിന്ന്. ആണോ? എന്നാ അവിടെ കാണാ, വാടാ. ജോർജ് ചേട്ടാ, ചോർച്ചണ്ടെങ്കിൽ അടച്ചോ. സൈമൻ സാധനർക്കോ? നീ ചോദിച്ചു നോക്ക്, ചിലപ്പോ കിട്ടും. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവം നേരത്തെ വിളിച്ചു എന്ന് കരുതി ആശ്വസിക്കുക സൈമ. എന്തുട്ട് ഇയാളീ പറഞ്ഞത്? 93 വയസ്സായി, നേരത്തെ വിളിച്ചു. നേരത്തെ വിളിച്ചിണ്ടാവും. കേട്ടത് ഇപ്പോഴായിരിക്കും. ആൾക്ക് ചെവി കുറവാ. ഈ പൊട്ടനാണ് ജനങ്ങളുടെ പരാതി കേട്ട് ഇത്രയും നാള്. കേക്കല് മാത്രമേ ഉള്ളൂ, കാര്യങ്ങൾ നടത്തിയിരുന്നില്ലല്ലോ. സൈമ മരണ വീടാണ്. മരണ ജാടിയാണല്ലോ ഉമ്മാർക്കൊക്കെ. മോനെ സൈമ, എല്ലാം ഓക്കെയല്ലേ? ചേച്ചി വന്നു കഴിഞ്ഞാൽ എടുക്കാം. എടുക്കരുത്. മരിച്ചതേ നിന്റെ അപ്പനല്ല. അതെ, ഇതെന്നെ അപ്പനെയാ. എടാ, മരിച്ചത് നിന്റെ മാത്രം അപ്പനല്ലാന്ന്. ഈശോയെ, അപ്പന് വേറെ ചുറ്റിക്കളി ഉണ്ടായിരുന്ന? എനിക്ക് അപ്പനെ പണ്ടേ ഡൗട്ട് ഉണ്ടായിരുന്നു. നിന്റെ അപ്പൻ ഈ നാടിന്റെ MLA അല്ലായിരുന്നോ? ഇനിയും കിടക്കുന്നു 3 വർഷം. അപ്പൊ ബൈ ഇലക്ഷൻ വരും. നീ നിക്കണു. ഞാനോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. രാഷ്ട്രീയത്തിലൊരു ചുക്കറിയണ്ട. എന്നെ കണ്ടില്ലേ? നീ അധികം ഒന്നും ആലോചിക്കണ്ട. ബോഡി നമ്മൾ ഫുൾ സെറ്റപ്പിൽ വിത്ത് പോലീസ് അകമ്പടിയോടെ ഐശ്വര്യമായിട്ട് പൊതുദർശനത്തിൽ വെക്കുന്നു. എന്തേ? ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഇത് ഇവിടെ ഇരുന്നല്ലോ. നീ എന്നെ കാണിക്കണേ. പോയേ. നീ ഒന്ന് മാതാവിന്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചേക്കുമ്പോൾ നിൽക്കണത്. മാതാവാക്കിയല്ലോ എന്റെ കുഞ്ഞുങ്ങളുടെ. പൊരിച്ചണ്ടിട്ടാ. ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കണ്ട? ഹിന്ദുസ്ഥാനിയല്ല, പാകിസ്ഥാനി. നീ ഇങ്ങോട്ട് വന്നേ. ഉഷാറാക്കിയോളട്ടാ. പാടി നമ്മുടെ റെമിറ്റവനെ മാലത്തി അടിച്ചോളൂട്ടോ. പിന്നെ ഗുസ്തിയല്ലേ മലത്തിരിക്കും. ജോർജിന് എന്താ പറ്റേ? അവള് എന്തുട്ട് കണ്ടിട്ടാ? എന്തൊട്ട് കണ്ടിട്ടാന്നൊരു പിടിയും കിട്ടണല്ലോ. ഇഷ്ടാ അവളെ കണ്ടപ്പോ എന്നെ ഇത് എന്നെ അവളെന്ന് തോന്നിപ്പിക്കാൻ മണികൾ അങ്ങോട്ട് മുഴങ്ങേ.
1000 പൂക്കള് മുന്നിൽ അങ്ങോട്ട് വിടർന്നു. പിന്നെ നമ്മുടെ ജോൺസൺ മാഷ് വയലും വായിക്കണ പോലെ അറിയാണ്ട് പ്രണയം നമ്മുടെ മുന്നിൽ ഇങ്ങനെ. എങ്ങനെ എന്റെ ജോർജ് മണി മുഴങ്ങി എന്നുള്ള സത്യാണ്. അത് പള്ളിയിലെ മരണമണിയായിരുന്നു. പിന്നെ പൂക്കള് അത് റീത്തുമ്മായിരുന്നു. പാടിയത് മരിപ്പിന്റെ പാട്ടല്ലേ? അതിനിപ്പോ മ്യൂസിക് ഇട്ട് ജോൺസൺ മാഷാണോ ഏറോമാനാണോ എനിക്കറിയില്ല. നിനക്കറിയടാ? ആരുമല്ലട ദക്ഷിണാമൂർത്തി സ്വാമികളാ. പിന്നെ നിന്റെ അവളുടെ പേരറിയോ നിനക്ക്? പേരറിയണ്ടാണ് നീ പ്രേമിക്കാൻ നടക്കണേ? പ്രശ്നാണ്. പിന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് മേടിച്ച് നീ എങ്ങനെ എഴുതി കൊടുക്കും? നാളെ കല്യാണ കുറിൽ എന്താ വെക്കാ ചോദിച്ചില്ല. ശരിയാണ്. ആദ്യം അവളുടെ നിയമ കണ്ടുപിടിക്കണം. ഇറങ്ങിപ്പോ. എന്നാലും എന്റെ ജോർജ് ഒരു പേരിൽ എന്തിരിക്കുന്നു? നീ അവളെയാണോ സ്നേഹിക്കുന്നത്, അവളുടെ പേരിനെയാണോ സ്നേഹിക്കുന്നത്? അത് ശരിയാണ്. നീ ആദ്യം അറിയണ്ടത് അവളെ ഏത് വിഭാഗക്കാരിയാണെന്നാണ്. ജമാഅത്ത് ഇസ്ലാമിയാണോ, മുജാഹിദാണോ? ആ നിങ്ങളല്ലോ, നിങ്ങൾ മറ്റേ അല്ലേ, മാർത്തോമയാണോ, കാത്തലിക് ആണോ, RC ആണോ, LTT ആണോ? ഞാൻ അവന്റെ ജീവൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ തേപ്പാറിന് വിട്ടിട്ടുണ്ട്. അവൻ തേച്ചില്ല ഈ സാധനം കൊണ്ടുവരും. ജോർജേ, ഇന്നത്തെ കാലത്ത് ഒട്ടും ചേരാത്തൊരു പരിപാടിയാണ് ഈ ജാതിയും സമുദായവും ഒക്കെ. അത് നോക്കേണ്ട കാര്യമില്ലെന്ന്. പക്ഷെ പേര് അതറിയണം. അതിൽ കാര്യമുണ്ട് ജോർജ്. നീ ഏതെങ്കിലും നിലപാടിലൊന്ന് ഉറച്ചിക്കോ. നീ എന്തിട്ട് മണ്ടനസ്റ്റാ? സൈമന്റെ അപ്പന്റെ മരിപ്പിന് വന്ന സ്ഥിതിക്ക് അവള് സൈമന്റെ ബന്ധുവല്ല. അപ്പൊ സൈമനോട് വിളിച്ച പ്രശ്നം തീരുന്നില്ലേ? കൂട്ടത്തിൽ ക്രൈസ്തവ സന്യാസത്തിന്റെ വഴി സ്വീകരിക്കാൻ തുടങ്ങിയവരും അതേക്കുറിച്ച് ഗാഠമായി ചിന്തിക്കാൻ തുടങ്ങിയവരുമുണ്ട്. അവരിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ ചെറിയ ചാച്ചാട്ടങ്ങൾ ഉണ്ടാവും. താനെടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. ആഗ്രഹം, കൊതി, സ്നേഹിക്കപ്പെടാനുള്ള വികാരം, ഇതെല്ലാം ദൈവാധീനങ്ങൾ തന്നെയാണ്. സാധാരണ ജീവിതത്തിൽ മനുഷ്യരുണ്ടാകുന്ന മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതെല്ലാം പാപമാണെന്നും ഇതിൽ നിന്നും അകന്നു നിൽക്കാനാണ് സന്യാസമെന്നും നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. ഇതൊക്കെ പാപമല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവയെ ത്യജിച്ച് ദൈവസ്നേഹത്തിനും മനുഷ്യനന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും സേവനമനുഷ്ഠിക്കുവാനും വേണ്ടിയുള്ളൊരു മനസ്സ്, അങ്ങനെ ഒരു തീരുമാനം, അതാണ് സന്യാസം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്തുട്ട് പോക്ക പോണ സിസ്റ്റർ? അയ്യോ സോറി ലവറേ. ജോർജ് എന്തുട്ടായി കാണിക്കണ അച്ഛൻ വേഷമൊക്കെ ഇട്ട്? ആർക്കും ഡൗട്ട് തോന്നാണ്ട് ഈ സെമിനാറിൽ പിന്നെ തന്നെ എങ്ങനെ കാണാനാണ്? ഒരാഴ്ച താൻ എന്റെ പുറത്തേക്ക് വന്നിട്ട് നമ്മള് വെയിറ്റിംഗ് ഔട്ട് സൈഡ് ഭയങ്കര ടോർച്ചറിങ് ആണെന്ന്. ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ? ഞാനോ? നിങ്ങൾ തന്നെ. അതെ, ഞാൻ റെവറൻഡ് ഫാദർ ജോർജ് മത്തായി പറമ്പിൽ. ഏത് പള്ളിയിലാ? നിങ്ങളുടെ നാട്ടിലെ ഫാദർ. അപ്പൊ ഈ കൊച്ചിനൊരു വഴികാട്ടിയായല്ലോ. ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാൻ വേറെ ആളെ നോക്കണ്ടല്ലോ. പിന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഞാൻ ഈ കുട്ടിക്ക് ഓരോ ടൈമിൽ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ വരട്ടെ? വേണ്ടെന്നേ, ഞങ്ങൾ ഒരുമിച്ച് പൊക്കോളാം. അതല്ല, ഞാൻ പോട്ടെ. അച്ചസ്കൂട്ടായിക്കോ. ഏതവരാടാ ഇവരെ കച്ചറാക്കിയത്? ദേ, ആ 3 കാര്യങ്ങളില് രണ്ടാമത്തെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടാ. എന്ത് കാര്യം? മറ്റേ മോഹം, ഇംഗിതം, താല്പര്യം, ഇഷ്ടം എന്നോടേ. പിന്നെ അല്ലെങ്കിൽ പിന്നെ അച്ഛന്റെ മുമ്പിൽ എന്തിനെന്നെ സേവ് ചെയ്തേ? ദന്നെന്ന് ഞാൻ തൻ്റെ ഉള്ളിൽ കേറിന്ന്. അവന്റെ ഫാൻസി ഡ്രസ്സുകൾ കഴിഞ്ഞില്ലേ? നീ എന്തുകൊണ്ടാ അച്ഛന്മാരെ ത്രികോണം വരച്ച് കാണിക്കണേ? ത്രികോണായത്? ഹായ്, ഇവനിനി ഒറിജിനൽ അച്ഛന്മാരൊക്കെ കൂടി വല്ല കപ്പും മേടിച്ചു കൊടുത്തിട്ടുണ്ടാവോ?
അത് കണ്ട എന്ത് ബസ്സും ടീംസുകളാട്ടോ കിട്ടി ബോസണോ മറ്റേ പുല്ലില്ലേ പച്ച ഇടുക്കി പുക കഞ്ചാവ് ഇവന്മാരെത്ര അടുത്തിടിക്ക് ഇവന്മാരോടൊന്നും ചോദിച്ചിട്ട് എന്റെ കാര്യം. എന്റെ കാശുണ്ടാ കാശില്ലാണ്ട് ചോദിച്ചാൽ അവര് തരില്ലെന്ന് കൊള്ള നീ ഇപ്പൊ തുടങ്ങിയത് ജോർജ് അറിഞ്ഞ പ്രശ്നട്ടാ വേണ്ട. നീ സ്കൂളിലെ പിള്ളേർക്ക് സ്റ്റഫ് ഒക്കെ നടക്ക കോൺസ്റ്റബിൾ ദാസന്റെ മോനല്ലടാ ആണോ? എന്നാ പിന്നെ സ്മോൾ അടിക്കടാ, ബൈക്കിന് മുമ്പ് ഊതിക്കാൻ ആരുണ്ടാവില്ലല്ലോ. യോ ബ്രോ വൈ ജസ്റ്റ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഇഫ് യു ക്യാൻ സ്മോക്ക് ആൻഡ് ഫ്ലൈ. നിന്റെ വീട്ടിലൊന്നും ഉച്ചയ്ക്ക് ചാളക്കറിയല്ലായിരുന്നോ? മലയാളത്തിൽ പറടാ. എടാ കൊച്ചി, നീ കൊച്ചിക്കാർക്ക് മുഴുവൻ മോശപ്പേരുണ്ടാക്കിയിട്ട് ഇനി നമ്മുടെ തൃശ്ശൂർ കൂടി മോശാക്കാൻ വേണ്ടി വന്നിരിക്കാ നീ. നിന്നെ പോലുള്ള കുറെ ചെറ്റകൾ കാരണം ഞങ്ങൾ ന്യൂ ജനറേഷൻ മൊത്തം കഞ്ചാവണം നാട്ടുകാരാണ്. എടുത്തിട്ട് പോടാ നിന്റെ അതൊക്കെ. വല്ല വർത്താനൊന്നും പറയണ്ട. പുറത്ത് നേരെ സെമിനാറിൽ ഭിത്തിയും വെച്ചാരും നിങ്ങൾ ഉണ്ടാക്കണട്ടാ. കന്യാസ്ത്രീകളെയും വളച്ച് അവരെ ക്ലിപ്പ് എടുക്കുന്ന നീ ഞങ്ങൾ ഉപദേശിക്കാൻ നിൽക്കലടാ. ഫാദർ, എനിക്കൊന്ന് കുമ്പസാരിക്കണായിരുന്നു. എനിക്കിപ്പോ ഒരു മൂടില്ല. എന്തുട്ട ഇഷ്യൂ? വെറുതെ മെക്കിട്ടേറാന്ന് പിള്ളേരോട് എന്തുട്ടയുടെ കാര്യം? കളർ പെൻസിൽ വെച്ചിട്ട് തന്നില്ല അവൻ. കൂട്ടായിക്കൂടെ സത്യത്തിൽ എന്തുട്ടത് ഉണ്ടായേ? ഇപ്പം വെറുതെ പോയി മെക്കിട്ടേറിയ കൗട്ടകളുടെ നടി വാങ്ങി. ഒരു ന്യായില്ലാത്ത ഇടിയായി പോയല്ലോ. ആരെന്താന്ന് അറിയാണ്ട് ഞാനും കേറി ചാമ്പി. ഇനി ഇതെന്തൊട്ട് വള്ളിക്കെട്ടാണ് ഉണ്ടാവുക. ഇവനൊക്കെ വല്ല പണിക്കൂടെ വെറുതെ തിരിഞ്ഞെടുക്ക. ഇപ്പൊ തരാട്ടോ നിനക്ക്. എന്തുട്ടടാ എന്തിനാ നിന്റെ ഒരു അംഗവട്ടുകാരൻ പണി പണിട്ടാ. നമ്മുടെ വണ്ടിയല്ലേ വിളിക്കണ, നമുക്ക് ഓടിയല്ല. എന്തിനത്? എന്നാ പിന്നെ തുടങ്ങല്ലേ. ഒന്ന് കേറി ഓടാ. റിവേഴ്സ് പിടിച്ചോട്ടാ. നിങ്ങൾ വിട്ടോടാ. ഒന്നടിക്കടാ.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ട്ടാ. ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ ദൈവത്തെക്കുറിച്ച് അറിയാനും ചിന്തിക്കാനും പഠിക്കാനും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ തിരുവസ്ത്രം അണിയുന്നത്. ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ടാ നീ ഈ തിരുവസ്ത്രം ഒന്ന് അണിഞ്ഞു കാണാൻ. ആൾത്താരയിൽ വേദപുസ്തകം കൈപ്പിടിച്ച് നീ ദൈവസ്നേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയുന്നത് കേട്ടിട്ട് മരിച്ചാലും വേണ്ടില്ലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊന്നും നിന്റെ താല്പര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും നീ ഏതൊക്കെ വഴിക്ക് സഞ്ചരിക്കുമ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്നടാ എൻ്റെ പ്രാർത്ഥനകൾ. പക്ഷെ നീ ഇന്ന് കാണിച്ചിട്ടുണ്ടല്ലോ, ഞാനൊരു പുരോഹിതനും കൂടെയാണ്. ഒരു പുരോഹിതന് സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരാളൊരു തെറ്റ് ചെയ്യുന്ന കണ്ടാൽ അറിഞ്ഞാൽ എനിക്കിപ്പോൾ അയാളെ തിരുത്താനോ ശാസിക്കാനോ പേടിയാണ്. സ്വന്തം മകനെ തിരുത്തിയിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കാൻ എന്നൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴും. ഞാനത് കേൾക്കരുതെന്നെങ്കിലും നിനക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് തീരുമാനിക്കാം. ഈ വീട്ടിൽ നിൽക്കണോ വേണ്ടേ? കൂടണയും നേരത്ത് കൂട്ടിന് പുറത്തേക്ക് വല്ല അലമ്പുണ്ടാക്കിണ്ടാവും. ഇങ്ങോട്ട് വാ. കുറച്ചു ദിവസം ഉണ്ടാവുക. ഒന്നും തീരുമാനിച്ചിട്ടില്ല. കേറി പോടാ മക്കളെ മേലോട്ട്. നിന്നെ പുറത്തൊക്കെ കരുതിയില്ലട്ടാ. ആ ടീച്ചർ നല്ല അസലിപ്പ് ആരെ വെച്ച്. കേറി വാടാ മക്കളെ, കേറി വാ. ശരിക്കും പേടിച്ചു കേട്ടാ. ഞാൻ പേടിച്ചു. കൂടണയും നേരത്ത് കൂട്ടിന് പുറത്തേക്ക്. എടാ നമ്മളാദ്യമായിട്ട് എന്റെ മേളിൽ വന്ന എപ്പോഴാന്നോ ട്യൂഷൻ ടീച്ചർ സീൻ അടിച്ചു. ഞാൻ അന്നേ പറഞ്ഞില്ലടാ, നമുക്ക് എപ്പോഴും ഈ വാട്ടട്ടങ്ങി ഈ പറമ്പുണ്ടാവുള്ളൂ. പറമ്പ് കാരണം നമ്മൾ വലിയ നിലയിലെത്തുന്നൂടെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ എത്തും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ പറമ്പിലേ ഒരു 10 രൂപ സെന്റ് അടുത്ത് കൃഷി കൊണ്ട് പഠിച്ചാലോ? ഹൈ, ജൈവ പച്ചക്കറിക്ക് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാ. പരിപാടി കൊള്ളാം. ആര് കളിക്കും? അപ്പൊ അത് ക്യാൻസൽ ചെയ്യല്ലേ? എടാ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3-4 പീഡിയ മുറി പണിതിട്ട് വാടകയ്ക്ക് കൊടുത്താലോ? ഉഗ്രം പരിപാടിയാ. മലയാളി സ്ഥിരം പരിപാടിയാ. മേശ കാശ മേടിച്ചാൽ മതി. അതാണ് ഒരു പീഡിയ മുറി നമുക്ക് നമ്മുടെ കയ്യിൽ വെക്കണം. എന്നിട്ട് ഭയങ്കര രസമുള്ള ഒരു ബിസിനസ് ചെയ്യണം. ഭയങ്കര മേലനങ്ങാത്ത കനുമില്ലാത്തൊരു ബിസിനസ്. പഞ്ഞിക്കട തുടങ്ങാം. പഞ്ഞി എന്ന് പറയുമ്പോ വല്ലാണ്ട് കാരണം കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ട് കേൾക്കുമ്പോ ഉഗ്രം ബിസിനസ് അത്. അതാവുമ്പോ ചീത്തയാവൂല്ലോ, ആരും എടുത്തോണ്ട് പോവില്ല. ഉഗ്രം പരിപാടി. എടാ കസ്റ്റമേഴ്സ് വരുന്ന ഒരു ബിസിനസ് ഉണ്ടല്ലോ, കസ്റ്റമേഴ്സ് വരണം. ഫസ്റ്റ് കസ്റ്റമർ വന്നല്ലോ. ജോർജിന്റെ അമ്മച്ചിയല്ലേ അത്? അമ്മച്ചിയാ? വീട്ടിലെ ധൈര്യം ഒരു സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞ് എന്നെ വിളിക്കൂട്ടോ. അതെ, ഒരാവശ്യമില്ലാണ്ട് നിന്നെ കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ 3 പേരാ ഞങ്ങള്. അമ്മച്ചി വെറുതെ സെന്റ് റോൾ അടിച്ചിട്ട് എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ നോക്കണ്ടട്ടാ. ഞാൻ വരില്ല. യുനോ സംതിങ് അമ്മച്ചി, എപ്പോ വേണേലും കേറി ചെല്ലാനും ഇറങ്ങി പോവാനും പറ്റുന്ന സ്ഥലമായിരിക്കണം നമ്മുടെ വീട്. കേറി വാട മക്കളെ എന്ന് പറഞ്ഞ ആളായിരിക്കണം നമ്മുടെ അപ്പൻ. അങ്ങനെ നോക്കുമ്പോ ഞാൻ ഓർപ്പിച്ച് പറയണു, ഇത് തന്നെയാണ് എന്റെ വീട്. കശനണ്ടി പോലെ വളഞ്ഞടന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുന്ന സാധനം ഉണ്ടല്ല, അത് തന്നെയാണ് എന്റെ അപ്പൻ. എന്തൊട്ട് ജോർജേ? ഇവിടെ എനിക്ക് എന്ത് കുറവാണ് അമ്മച്ചി? ശരിയാണ്. വീട്ടിലാവുമ്പോ കട്ടിലുണ്ട്, കിടക്കുണ്ട്, കമ്പിളിപ്പോപ്പുണ്ട്, കുക്കു കുളിക്കാൻ വെള്ളമുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, സോപ്പുണ്ട്, കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ അമ്മച്ചി. ഇറങ്ങി പോരുകയും ചെയ്ത്. അല്ല അമ്മച്ചി, ഇനി തിരിച്ച് വീട്ടിൽ കയറാൻ വല്ല ഐഡിയ ഉണ്ട് അമ്മച്ചി? അത് പറയാനാ ഞാൻ വന്നത്.
ഹൈ ഐഡിയ കേട്ട് വന്നിരിക്കണ കൊച്ചു മേഴ്സിക്കുട്ടി. നീ ഒരു കൂടെ നിൽക്കണം കേട്ടോ. അപ്പനെ നൈസായിട്ട് പണി കൊടുത്തിട്ടാണ് അകത്ത് കയറാൻ. എന്തുട്ട് ഐഡിയ എന്ന് പറയാൻ വെച്ചി. നീ ഒരു കാരണവശാലും ഇനി വീട്ടിലേക്ക് കയറണ്ട. പ്ലിങ് ആയോ? വല്ലാണ്ട്. നല്ല മക്കൾ ഉണ്ടാവുകയല്ല ചെയ്യണത്, അങ്ങനെ വളർത്തിയെടുക്കണത്. എനിക്കതിന് സാധിച്ചില്ല. നീ ഇനി വീട്ടിലേക്ക് വരണ്ടെന്ന് പറയണത് നിനക്കുള്ള ശിക്ഷയല്ല, എനിക്കുള്ളത്. അത് ഞാൻ സഹിക്കാൻ തീരുമാനിച്ചു. വാട.